ഇന്നത്തെ കാലത്ത് മിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രധാന സൗന്ദര്യ പ്രശ്നമാണ് നര. തലമുടിക്ക് കറുത്ത നിറം പകരുന്ന മെലാനിൻ എന്ന പിഗ്മെന്റ് പ്രായമാകുമ്പോൾ കുറഞ്ഞു വരുന്നതാണ് നമുക്ക് നര കയറി വരാനുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു വരുന്നത് നര നാച്ചുറൽ ആണ് എന്നല്ലേ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം? നര നാച്ചുറൽ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് പലരിലും ഈ നര വളരെ വേഗത്തിൽ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് 20കളുടെ അവസാനത്തോടു കൂടിയും 30കളുടെ തുടക്കത്തോടു കൂടിയെല്ലാം തന്നെ പലരും നര കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ നരയുടെ കാര്യകാരണങ്ങൾ തപ്പി ഇറങ്ങിയാൽ ചെന്നെത്തുന്നത് ഒരുപാട് ഘടകങ്ങളിലേക്കാണ്. ഇന്നത്തെ കാലത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ജോലി സംബന്ധമായിട്ട് എല്ലാവർക്കും ഭീകരമായിട്ടുള്ള സ്ട്രെസ്സാണ്, മാനസിക സമ്മർദ്ദമാണ്. ഈ മാനസിക സമ്മർദ്ദം നര വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമാകും. അതിനോടൊപ്പം തന്നെ അമിതമായിട്ട് പുറത്തു നിന്ന് ആഹാരം കഴിക്കുന്ന സംസ്കാരവും പുകവലി ഇന്ന് താരതമ്യേന കുറവാണ്. അത് 90s ഒരു സ്റ്റൈലായിരുന്നു. ഇപ്പം പുകവലിക്കുന്ന അത്ര വലിയൊരു സ്റ്റൈലൊന്നുമല്ല. പിന്നെ ഇന്നത്തെ കാലത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഉപ്പിൻ്റെ അധികമായിട്ടുള്ള ഉപയോഗത്തെക്കുറിച്ചാണ്. പലരും ഉപ്പ് കലർന്നിട്ടുള്ള ആഹാരങ്ങൾ, ഉപ്പ് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉപ്പ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരിലും ഇത്തരത്തിൽ വളരെ വേഗത്തിൽ മുടി നരച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ അകാല നര വന്ന് ബുദ്ധിമുട്ടുന്നവർക്കും, അല്ല സ്വാഭാവികമായിട്ടുള്ള നരയാണ്, പ്രായം ചെന്നിട്ടുള്ള നരയാണ്, പക്ഷേ മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ഉപായമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതും ഇന്ന് മാർക്കറ്റിൽ സുലഭമായിട്ട് ലഭ്യമാകുന്ന കൃത്രിമമായിട്ടുള്ള കെമിക്കൽസ് ചേർന്നിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കാതെ തികച്ചും നാച്ചുറലായിട്ട് തന്നെ വീട്ടിൻ്റെ അടുക്കളയിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ഹെയർ ഡൈയും, പിന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി അകത്തേക്ക് കഴിക്കാവുന്ന കുറച്ച് ആയുർവേദ മരുന്നുകളും നമ്മുടെ നര കയറുന്ന മുടിയിലേക്ക്, നമ്മുടെ കളറൊക്കെ മങ്ങി തുടങ്ങുന്ന മുടിയിലേക്ക് തേച്ചു കൊടുക്കാൻ ഒരു തലക്കെണ്ണയും എല്ലാം ചേർന്നതാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ്, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഹലോ വണക്കം, ദിസ് ഈസ് ഡോക്ടർ ഗണേഷ് കൃഷ്ണൻ MT ആൻഡ് വാട്ട് യു ആർ വാച്ചിങ് ഈസ് മൈ ഡോക്ടേഴ്സ് ഇൻഫോർടൈൻമെന്റ്. സോ നമ്മളിൽ അധികം പേരും നര വന്നാൽ എന്തായിരിക്കും ചെയ്യുന്നത്? മാർക്കറ്റിലേക്ക് ചെന്ന് കിട്ടാവുന്നതിൽ മുന്തിയ ഇനം ബ്രാൻഡ് ഒരു ഡൈ അങ്ങോട്ട് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തലയിലേക്ക് തേൽക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. പക്ഷേ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻ തേടി പോകുന്നവരിൽ ചിലരിലെങ്കിലും പാർശ്വഫലങ്ങൾ അനേകം കാണാറുണ്ട്. അതായത് ഇത്തരം കൃത്രിമമായിട്ടുള്ള കെമിക്കൽസ് ചേർന്നിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുന്നവരിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട്. പലപ്പോഴും പല തരത്തിലുള്ള കെമിക്കലുകളുടെയും മറ്റും സാന്നിധ്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള അലർജിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത്തരം കെമിക്കലുകളാണ് മുടിക്ക് തിളക്കം ലഭിക്കുന്നതിനും കൂടുതൽ കാലം കറുത്ത് നിൽക്കുന്നതിനും മുടിക്ക് ജെറ്റ് ബ്ലാക്ക് കളറൊക്കെ ലഭിക്കാനും സഹായിക്കുന്നത്. പക്ഷേ ഇവ ഉപയോഗിക്കുന്നത് അലർജികൾ, ഉദാഹരണത്തിന് തലയോട്ടിയിൽ ചൊറിച്ചിലുണ്ടാവുക, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ വെള്ളം വരിക, കണ്ണെരിയുക, കണ്ണ് ചൊറിച്ചിലുണ്ടാവുക, മുടി പൊട്ടി വരിക, മുഖക്കുരു വരിക, നെറ്റിയിൽ ചൊറിച്ചിലുണ്ടാവുക, ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കൃത്രിമമായിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരാറുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന പ്രശ്നം തലവേദനയാണ്. ഒരു ഉദാഹരണം പറയാം. 40 കഴിഞ്ഞ ഒരു രോഗി, അദ്ദേഹം ബാങ്കറാണ്, തലവേദനയുമായിട്ട് ഈ അടുത്ത് തന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹം പല ഡോക്ടർമാരുടെ അടുക്കലേക്കും ഈ തലവേദന വിഷയമായിട്ട് പോയിട്ടുണ്ട്, മരുന്നും കഴിച്ചിട്ടുണ്ട്. കേസ് ഹിസ്റ്ററി എടുത്തപ്പോൾ വ്യക്തമായ ഒരു കാര്യം ഇതാണ്: അദ്ദേഹത്തിന് ഡൈ ചെയ്യുന്നതിനോടനുബന്ധിച്ച് ഈ ഡൈ അടിക്കുന്ന ദിവസവും പിറ്റേന്നൊക്കെയാണ് കൂടുതലായും തലവേദന ഉണ്ടാകുന്നത്. ഇത് അദ്ദേഹം തന്നെ ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ്. ഡൈ ചെയ്യുമ്പോൾ തനിക്ക് തലവേദന കൂടുതലായിട്ട് വരും. പക്ഷേ ഒരുപാട് ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ബാങ്കിൽ ജോലിയാണ്, അത്യാവശ്യം സ്ട്രെസ്സും ഉണ്ട്, നന്നായിട്ട് നര കയറുന്നുണ്ട്, മുടി അധികം നഷ്ടപ്പെട്ടിട്ടില്ല. സോ ഡൈ ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം തന്നെ പല ബ്രാൻഡുകളൊക്കെ മാറ്റി ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം ആയുർവേദ ഹെയർ ഡൈ വല്ലതും ഉണ്ടാകുന്ന തിരക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ വന്നത്. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന് വേണ്ടി തപ്പിയെടുത്തതാണ് ഇങ്ങനെ നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈയുടെ കൂട്ട്. ഈ കൂട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന ചേരുവ എന്ന് പറയുന്നത് നീലയമരി പൊടിയാണ്. നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും നീലയമരി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മുടി വളരാൻ സഹായിക്കുന്ന എണ്ണകളുടെ കാതലാണ്. ഈ നീലയമരിപ്പൊടി അഥവാ ഇൻഡിഗോ പൗഡർ മാർക്കറ്റിൽ നിന്ന് സുലഭമായിട്ട് മേടിക്കാൻ കിട്ടും, ആമസോണിലും കിട്ടും. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം. നീലയമരിപ്പൊടി മാത്രമല്ല, നെല്ലിക്കാപ്പൊടി വേണം, മൈലാഞ്ചിപ്പൊടി വേണം, കുറച്ച് ചായപ്പൊടി വേണം, എന്നാൽ കുറച്ച്
കാപ്പിപ്പൊടിയും കൂടെ ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ എന്തൊക്കെ എടുത്തു? നെല്ലിക്കാപ്പൊടി, നീലയമരിപ്പൊടി, മൈലാഞ്ചിപ്പൊടി, ചായപ്പൊടി, കാപ്പിപ്പൊടി. ഇത്രയും സാധനങ്ങളോടൊപ്പം നിങ്ങൾക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റും കൂടെ വേണം. ബീട്രൂട്ടിൻ്റെ അധികം വെള്ളം ചേർക്കാത്ത രീതിയിൽ ബീട്രൂട്ടിൻ്റെ ചാറും കൂടെ, സത്തും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം കൂടെയുണ്ട്. ഒരു ചീനച്ചട്ടി, നല്ല ഇരുമ്പ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു പാത്രം. ഈ ചീനച്ചട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നല്ല പുതുപുത്തൻ ചീനച്ചട്ടി എന്ന് ഇതിനായിട്ട് മേടിക്കേണ്ട കാര്യമില്ല. അല്പം തുരുമ്പിച്ച ചീനച്ചട്ടി, അല്പം തുരുമ്പിച്ച ഇരുമ്പ് പാത്രമാണ് ഇവനെ ഉണ്ടാക്കാനായിട്ട്, ഈ നാച്ചുറൽ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനോടൊപ്പം ആമസോണിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഈ പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. സോ നമ്മൾ പറഞ്ഞ ആവശ്യമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് നീലയമരിപ്പൊടി, നെല്ലിക്കാപ്പൊടി, മൈലാഞ്ചിപ്പൊടി ഇവയെല്ലാം ഒരു 3 ടീസ്പൂൺ വീതം എടുക്കുക. അതിനോടൊപ്പം ഒരു 1.5 ടീസ്പൂൺ ചായപ്പൊടി കൂടി ചേർക്കാം. കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കൂടി ചേർക്കാം. കാപ്പിപ്പൊടി കൂടി ചേർക്കുന്നത് കുറച്ചും കൂടെ ഉഷാറായിട്ടുള്ള നാച്ചുറൽ ഹെയർ ഡൈ കിട്ടാൻ സഹായകരമാകും. ഇവ എല്ലാം ചേർത്ത് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് ഏതാണ്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. ഇവയെല്ലാം നിങ്ങൾ തയ്യാറാക്കേണ്ടത്, കുഴച്ചെടുക്കേണ്ടത് നമ്മുടെ ചീനച്ചട്ടിയിൽ, നമ്മുടെ ഇരുമ്പ് പാത്രത്തിൽ വെച്ചിട്ടാണ്. ഏതാണ്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതിയാകും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെള്ളം ഒരിക്കലും അധികമാകരുത്. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് പരുവമാക്കി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. ഇങ്ങനെ ഈ കൂട്ട് ചൂടാക്കി എടുക്കുന്നതിന് നിങ്ങൾക്ക് ഈ ഇരുമ്പ് പാത്രം തന്നെ തിരഞ്ഞെടുക്കാം. കാരണം ഈ തുരുമ്പ് നമ്മുടെ മിശ്രിതത്തിലേക്ക് ഫെറിക് ഓക്സൈഡ് കൂടി കടന്നു വരാൻ സഹായിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മിശ്രിതത്തിലേക്ക് ഒരു ഇരുമ്പിന്റെ കഷണം കൂടി ചേർത്തേക്കാം. പിന്നെ എടുത്ത് കളയണമെന്ന് മാത്രം. ഫെറിക് ഓക്സൈഡ് മിശ്രിതത്തിലേക്ക് കടന്നു വരാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് തുരുമ്പ് പിടിച്ച ചീനച്ചട്ടി തന്നെ നമ്മൾ ഈ പാചകത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ മിശ്രിതം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ബീട്രൂട്ടിൻ്റെ ചാറ്, വെള്ളം അധികം ചേർക്കാതെ കട്ടിക്കെടുത്ത ബീട്രൂട്ടിൻ്റെ ചാറ് കൂടി ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന മിശ്രിതം, ഒരു പേസ്റ്റ് രൂപത്തിലുള്ള മിശ്രിതം ഏതാണ്ട് 12 മണിക്കൂറെങ്കിലും നിങ്ങൾ ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം. അതിനായിട്ട് നമുക്ക് രാവിലെ തയ്യാറാക്കുകയാണെങ്കിൽ, രാവിലെ പാചകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം എടുത്ത് ഉപയോഗിക്കാം. അല്ല, രാത്രി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എടുത്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ മിശ്രിതം എങ്ങനെ നമ്മുടെ തലമുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാമെന്ന് നോക്കാം. ഈ മിശ്രിതം ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ തലമുടിയിൽ തീരെ എണ്ണമയം ഉണ്ടാകാൻ പാടില്ല. അതിനായിട്ട് നിങ്ങൾ നന്നായി ഷാമ്പു ചെയ്ത് തലയിലെ എണ്ണമയം മുഴുവൻ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ തലമുടിയിലെ എണ്ണമയം മുഴുവൻ മാറ്റിയതിന് ശേഷം നിങ്ങൾ മിശ്രിതം ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടേക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യത്തിൽ മാത്രം ഒരു എക്സ്ക്യൂസും ഇല്ല. ഇതിന് കാരണം ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മിശ്രിതമാണ്. അതുകൊണ്ട് തന്നെ തലമുടിയിൽ അല്പനേരം പറ്റിപ്പിടിച്ചിരുന്നാൽ മാത്രമേ ഇതിൻ്റെ ആ ഡൈ, അതിൻ്റെ കളർ നമ്മുടെ മുടിയിലേക്ക് വരികയുള്ളൂ. ഇനി ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ തലയോട്ടിയിൽ പിടിക്കും, അല്ലെങ്കിൽ തലയോട്ടിയിലേക്കും ഇതിൻ്റെ നിറം വരുമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായാലും പ്രശ്നമില്ല. തലയോട്ടിക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നമോ അലർജിയോ ഒന്നും ഉണ്ടാകാത്ത ഒരു കോമ്പിനേഷനാണിത്. സോ ഇങ്ങനെ നമ്മുടെ കോമ്പിനേഷൻ ഒരു 1.5 മണിക്കൂർ നമ്മുടെ മുടിയിൽ ഇട്ടിരുന്നതിന് ശേഷം പാളികളായിട്ട് വെള്ളം നനച്ച് ഇളക്കി കളഞ്ഞാൽ മതിയാകും. യാതൊരു കാരണവശാലും ഇങ്ങനെ പാളികളായിട്ട് ഇളക്കി കളയേണ്ടി വരുമ്പോൾ ഷാമ്പുവോ സോപ്പോ ഉപയോഗിച്ച് കഴുകാനിടയാകരുത്. ഇങ്ങനെ ഉടനെ തന്നെ ഷാമ്പുവോ സോപ്പോ ഉപയോഗിച്ച് മുടി കഴുകി കളയുന്നത് മുടിയിലുണ്ടായ നിറം കൂടി നഷ്ടമാകാൻ കാരണമാകും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഘടകങ്ങളൊക്കെ തണുത്തതാണ്. അതുകൊണ്ട് തന്നെ ജലദോഷവും തലനീരിറക്കവും എല്ലാം നിരന്തരമായി ഉണ്ടാകുന്നവരിൽ ഈ കോമ്പിനേഷൻ, ഈ പ്രിപ്പറേഷൻ തലയിൽ ഉപയോഗിക്കുക അത്ര നല്ല കാര്യമല്ല. അതുപോലെ മഴക്കാലത്തും രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഹെർബൽ ഹെയർ ഡൈയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തിരിച്ചറിയേണ്ട 1-2 വസ്തുതകൾ കൂടിയുണ്ട്. സ്ഥിരമായിട്ട് കെമിക്കലുകൾ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഉദാഹരണത്തിന് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാനുള്ള ക്രീം, പുറത്തു പോയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ സ്ട്രെയിറ്റൻ ചെയ്ത് മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ഘടനയൊക്കെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, മുടിയിൽ സ്ഥിരമായിട്ട് കൃത്രിമമായിട്ടുള്ള ചായം തേക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കെമിക്കൽ ഹെയർ ഡൈ ഉപയോഗിച്ച് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കൊരു തൃപ്തി കിട്ടിയെന്ന് വരത്തില്ല. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കലുകൾ ഉപയോഗിക്കുന്നത് മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ഘടന നഷ്ടമാകുവാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ വീര്യം കുറഞ്ഞ ഹെയർ ഡേ ഉപയോഗിക്കുമ്പോൾ
അതിന് നിങ്ങളുടെ മുടിക്ക് വേണ്ടത്ര ചായം നൽകാനുള്ള കഴിവുണ്ടായെന്ന് വരത്തില്ല. അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഹൈ എൻഡ് ആയിട്ടുള്ള വില കൂടിയ ഹെയർ ഡൈകളുമായിട്ട് നിങ്ങൾ ഇത് കമ്പയർ ചെയ്ത് കളയരുത്. അവൻ്റെ അത്ര തിളക്കമോ ഡ്യൂറബിലിറ്റി, അതായത് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നിറം നഷ്ടമാവാതെ നിൽക്കുന്ന സ്വഭാവമൊന്നും ഇവനില്ല. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം പരിമിതികൾ കൂടി മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഈ നാച്ചുറൽ ഹെയർ ഡേ ഉപയോഗിക്കുക. പക്ഷെ ഞാൻ എന്തുകൊണ്ടും എൻ്റെ പേഷ്യൻസിനെ റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകളാണ്. കാരണം ഇത് നിങ്ങളുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയ്ക്കും വികാസത്തിനും നിങ്ങളുടെ തലയോട്ടിയുടെ ആരോഗ്യത്തിനുമെല്ലാം ഒരുപാട് സഹായിക്കുന്ന ഘടകമാണ്. അടുത്തതായി ഞാൻ ഈ വീഡിയോയിൽ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. ഒരു നരസിംഹത്തെ. ഇവന്റെ മുഴുവൻ പേര് നരസിംഹ രസായനം. നരസിംഹം എന്ന പേര് കേട്ടിട്ട് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള രസായനം എന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രസായനമാണ് ഈ നരസിംഹ രസായനം. മുടിയുടെ വളർച്ചയ്ക്കും സമൃദ്ധിക്കും അകാല നര തടയുന്നതിനും, ഐ റിപ്പീറ്റ്, അകാല നര തടയുന്നതിനും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രസായനമാണ് നരസിംഹ രസായനം. നമ്മുടെ സക്ഷൽ ഭൃംഗരാജ് അഥവാ കയ്യോന്നി നീര്, മുടിയുടെ വളർച്ചയ്ക്കും സമൃദ്ധിക്കും എല്ലാം സഹായകരമായിട്ടുള്ള തലക്കെണ്ണകളിൽ സ്ഥിര സാന്നിധ്യമാണ് ഈ ഭൃംഗരാജ് അഥവാ കയ്യോന്നി നീര്. ഈ കയ്യോന്നി നീര് ചേർന്ന് വരുന്ന ഒരു ആയുർവേദ മരുന്നാണ് നരസിംഹ രസായനം. കയ്യോന്നി നീര് മാത്രമല്ല, പാലും വെണ്ണയും എല്ലാം ചേർന്ന് വരുന്ന ഒരു അത്യുഗ്രൻ രസായനമാണ് നരസിംഹ രസായനം. പുരുഷന്മാരിൽ മുടിയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല, താടി മീശ രോമങ്ങളുടെ വളർച്ചയ്ക്കും സമൃദ്ധിക്കും ആരോഗ്യത്തിനുമെല്ലാം വളരെ സഹായകരമാകുന്ന ഒരു രസായനമാണ് നരസിംഹ രസായനം. പക്ഷെ ഒരു കാര്യം, ഇവനെ വാങ്ങി കണ്ണുമടച്ച് ഉപയോഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ മനസ്സിലാക്കി കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് ഈ രസായനം ഉപയോഗിക്കുന്നവർക്കാണ് അതിന്റെ ശരിയായ ഫലപ്രാപ്തി ലഭിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി സമയം കിട്ടുന്ന മുറയ്ക്ക് ഞാൻ തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും. അതുപോലെ ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു തലയ്ക്കെണ്ണയാണ്, തലയിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു എണ്ണയാണ് നീലി ഭൃംഗാതി കേരതൈലം. നിങ്ങൾ പലരും കേട്ട് കാണും ഇതിനോടകം തന്നെ. നമ്മൾ ഈ ഹെയർ ഡൈയിൽ ചേർത്ത നീലി അമരി ചേർന്ന് വരുന്ന ഒരു തലയ്ക്കെണ്ണയാണ് നീലി ഭൃംഗാതി കേരതൈലം. ഈ നീലി ഭൃംഗാതി കേരതൈലം നമ്മുടെ അകാല നരയ്ക്കും നമ്മുടെ തലമുടിക്കുണ്ടാവുന്ന ആ ഒരു നിറവ്യത്യാസത്തിനുമെല്ലാം, തലമുടിയുടെ നിറം മങ്ങി വരുന്നവർക്കുമെല്ലാം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തലയ്ക്കെണ്ണയാണ് നീലിഭൃംഗാതി കേരതൈലവും. ഓർക്കുക, വളരെ തണുപ്പുള്ള ഒരു എണ്ണയാണ്. സോ രാത്രി കാലങ്ങളിലും മഴയുള്ള സമയത്തും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാത്തപ്പോഴെല്ലാം നിങ്ങൾക്ക് നീലി ഭൃംഗാതി കേരതൈലം തലയിൽ തേച്ച് കുളിക്കാവുന്നതാണ്. സോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് അറിവുകൾ മറ്റേതൊരു വീഡിയോയും പോലെ ഈ വീഡിയോ വഴിയും പകർന്നു തരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിമർശനങ്ങളും എല്ലാം കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. ഒപ്പം അടുത്ത വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള വിഷയം കൂടി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.